റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കുട്ടികളെ പിഴിഞ്ഞ് കായികമേളയുടെ പിരിവ്. LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾ പിരിവ് നൽകണം. 10 രൂപ മുതൽ 100 രൂപ വരെ കുട്ടികളിൽ നിന്ന് പിരിക്കും. 500 രൂപ മുതൽ 1000 രൂപ വരെ അധ്യാപകരും നൽകണം. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളിൽ നിന്ന് ഒരു പിരിവും പാടില്ലെന്ന് ചട്ടവിധിക്കെയാണ് ഇപ്പോൾ ഈ അനധികൃത പിരിവ്. നമുക്കൊരു അഭിപ്രായം കേട്ടുവരാം. ഒരു 15 റുപ്യ കേട്ടോ. 15,000. ഇതിപ്പോ ഈ ഓഫീസിനാ വിളിക്കുന്നത്? കായികമേള നടത്താൻ വേണ്ടിയിട്ട് അധ്യാപകരെ വിളിച്ചിട്ട് പറയാണ് ഒരു 15 വേണം കേട്ടോ. 15,000 രൂപയെ ഈ അധ്യാപകർ കൊടുക്കാൻ. അതേപോലെ വിദ്യാർത്ഥികളിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ പിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ചട്ടവിരുദ്ധമായി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പിരിവും പാടില്ല എന്നുള്ളതാണ് നിയമം. അതിരിക്കെയാണ് ഈ അനധികൃത പിരിവെന്നാണ് മനസ്സിലാക്കുന്നത്. VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, കായികമേള, റവന്യൂ ജില്ലാ കായികമേള അടക്കം ചില കാരണങ്ങളല്ല ഈ കായിക അധ്യാപകരുടെ ക്ഷാമമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അധ്യാപകർ ബഹിഷ്കരിക്കുന്നുണ്ട്. ഈ കായികമേളയുടെ ശോഭ കെടുത്തുന്ന പിരിവുകളാണോ നടക്കുന്നത്? ഈ വിദ്യാർത്ഥികളിൽ നിന്ന് 75 രൂപ വീതം മറ്റോ ഈ കായികമേളയ്ക്ക് പിരിക്കുന്നുണ്ടല്ലോ. അതിനു പുറമെ ഈ പിരിവ് നടത്താൻ പാടുണ്ടോ? VS രഞ്ജിത്ത്, എന്താ സംഭവം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. സാധാരണഗതിയിൽ നമ്മൾ കുട്ടികൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളിൽ നിന്ന് 75 രൂപ ഇത്തരത്തിൽ കായിക മേളകളൊക്കെ നടത്തുന്നതിന് വേണ്ടി പിരിക്കുന്നുണ്ട്. അത് ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും നടത്തുന്ന മത്സരങ്ങൾക്ക് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഉപജില്ലാ മത്സരങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വിഹിതം കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന 75 രൂപയ്ക്ക് പുറമെയാണ് ഓരോ സ്കൂളിലും വിളിച്ച് ഓരോ സ്കൂളിലെയും ഒരു കുട്ടിക്ക് വീതമുള്ള പിരിവാണ് നടക്കുന്നത്. അതിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ, LP കുട്ടികൾ 20 രൂപയും UP കുട്ടികൾ 30 രൂപയും അതുപോലെ തന്നെ 50 രൂപ അതിന് മുകളിലേക്കുള്ള കുട്ടികളും പിരിച്ചു നൽകണം എന്നുള്ളതാണ് കോഴിക്കോട് സിറ്റി ഉപജില്ലയിൽ പറഞ്ഞത്. നമ്മൾ അല്പം മുമ്പ് കേട്ടത് റൂറൽ ഉപജില്ലയിൽപ്പെട്ട കുട്ടികളോട് അവിടുത്തെ അധ്യാപകനെ ഫോണിൽ വിളിച്ച്, ഹെഡ്മാസ്റ്ററോട് ഫോണിൽ വിളിച്ച് ഒരു 15,000 രൂപ കേട്ടോ എന്ന് പറയുന്നത് ആ സ്കൂള് വീതിച്ചു കൊടുക്കേണ്ട തുകയാണ്. അതായത് ചില ഉപജില്ലകൾ കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കുന്നു, ചില ഉപജില്ലകൾ സ്കൂളുകൾക്ക് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. എന്തായാലും കായികമേളയുടെ പേരിൽ വ്യാപകമായ പിരിവ് നടക്കുന്നുണ്ട്. ഇത് കുട്ടികളിൽ നിന്ന് ആദ്യം പിരിച്ചെടുക്കുന്ന തുകയ്ക്ക് പുറമെയാണ്. ഇതിനൊക്കെ പുറമെ അധ്യാപക സംഘടനകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന്, ഇപ്പോൾ KSTA ആണ് ഫുഡ് കമ്മിറ്റി എങ്കിൽ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി പിരിവ് നടത്തും, KPSTA സ്റ്റേജ് കമ്മിറ്റി ആണെങ്കിൽ സ്റ്റേജ് കമ്മിറ്റിക്ക് വേണ്ടി പിരിവ് നടത്തും. ഇതൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിവ് നടക്കുന്നുണ്ട്. സർക്കാരിന്റെ വിഹിതമുണ്ട്. അതിന് പുറമെ കുട്ടികൾ എന്തിനാണ് ഇത്തരത്തിൽ പിരിവ് നടത്തുന്നുള്ളതാണ്. അതിനേക്കാൾ രസകരമായ കാര്യം, ഈ കലോത്സവമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളിൽ നിന്ന് വിഭവ സമാഹരണം എന്ന് പറഞ്ഞ് തേങ്ങയും മറ്റു ഉൽപ്പന്നങ്ങളും പിരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ പിരിവ് കൂടുകയാണ് എന്നൊരു ആക്ഷേപമാണ് അധ്യാപകരിൽ നിന്ന് തന്നെ വരുന്നത്. ഓക്കെ, അത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവരെ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 75 രൂപ അഡ്മിഷൻ സമയത്ത് പിരിവിന് കൊടുക്കുന്നില്ലേ, അത് ഈ താഴെ തട്ട് മുതൽ സബ് ജില്ല മുതൽ മുകൾ തട്ട് വരെയുള്ളവർക്ക് വീതിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് കൊടുത്താൽ പോരെ, വീണ്ടും പിരിവ് വേണോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇതിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാർത്ത പ്രേക്ഷകർ കേട്ടത്. 15,000 രൂപ എന്നൊക്കെ പറഞ്ഞ് അധ്യാപകർ ഇവിടെ നിന്നെടുത്ത് കൊടുക്കും.